അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഭിവന്ദ്യനായ പണ്ഡിത മഹത്തുക്കളെ, എന്നെ ശ്രവിക്കുന്ന ആദരണീയരെ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കൊണ്ട് ധന്യമായ ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മദ്ഹ് പറയാൻ അള്ളാഹു എനിക്ക് അവസരം നൽകിയതിന് ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പൂജാതരാകുമ്പോൾ അന്ധവിശ്വാസത്താലും അജ്ഞതയാലും അന്ധകാര നിബിഡമായിരുന്നു ആ നാട്. വിശ്വമാനവികതയുടെ പ്രവാചകൻ അവരുടെ രക്ഷകനായി, അടിമകളുടെ അവകാശ സ്ഥാപകനായി, അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ധ്വംസകനായി, ജനിച്ചു വീഴുന്ന കുട്ടി പെണ്ണാണെങ്കിൽ ജീവനോട് കുഴിച്ചു മൂടുന്ന കാട്ടുറമ്പ് സമൂഹത്തെ ബോധവൽക്കരിച്ച് സ്ത്രീ സുരക്ഷയുടെയും സംരക്ഷണത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകി. ലോക ജനതയ്ക്ക് വിശ്വസ്നേഹത്തിന്റെയും വിശ്വമാനവികതയുടെയും വെളിച്ചം പകർന്നു നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനിൽ ഇങ്ങനെ പറയുന്നു: വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഈ ലോകത്തിന് ഒരു അനുഗ്രഹമായിട്ടല്ലാതെ നാം അങ്ങേ അയച്ചിട്ടില്ല. ലോകം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ മാസമാണ് റബീഉൽ അവ്വൽ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് കോടിക്കണക്കിന് സ്വലാത്തുകളും സലാമുകളും എത്തുന്ന പുണ്യമാസം. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന് അള്ളാഹു ഒരു പരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹുവിനോടുള്ള സമർപ്പണവും സംഭാഷണവുമാണ് നമസ്കാരം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന നമസ്കാരം ഒരു സൃഷ്ടിയുടെ പേര് പറഞ്ഞ് മാത്രമേ അവസാനിപ്പിക്കാൻ അള്ളാഹു നമ്മെ അനുവദിക്കുന്നുള്ളൂ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധുവായ എന്റെ സലാം. അള്ളാഹു അല്ലാതെ ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ പേര് പറഞ്ഞാൽ നമസ്കാരമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ നമസ്കാരമില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ജനിച്ചു വീഴുന്ന ഒരു കുട്ടി തന്റെ ചെവിയിൽ ആദ്യം കേൾക്കുന്ന നാമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അതൊരു തുടക്കമാണ്. വളർന്നു വരുന്ന കാലഘട്ടത്തിൽ വാശി പിടിച്ചു കരയുന്ന കുട്ടിയുടെ ഉമ്മ പാടിക്കൊടുക്കുന്ന താരാട്ട് പാട്ടുണ്ടല്ലോ: ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഖൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കേട്ടാണ് നാം ഉറങ്ങിയത്. ആ ബന്ധം നിലനിർത്തിയാണ് നാം വളർന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ കേട്ട് വളർന്നു വന്ന തലമുറയ്ക്കാണ് ഈമാനിന്റെ വെളിച്ചം പകർന്നു ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ മലക്കുകളും സർവ്വജീവജാലങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു, മദ്ഹു പറയുന്നു. ജീവജാലങ്ങൾക്ക് നബിയോടുള്ള സ്നേഹത്തിനെ കുറിച്ചും ആദരവിനെ കുറിച്ചുമുള്ള ഒരു ഹദീസ് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, താങ്കൾ നബിയാണെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെളിവായി പറഞ്ഞു, നിരനിരയായി നിൽക്കുന്ന ഈ ഈന്തപ്പന കൂട്ടത്തിൽ നിന്നും ഒരെണ്ണത്തിനോട് മുഹമ്മദ് വിളിക്കുന്നു എന്ന് പറയുക. ആ മനുഷ്യൻ അപ്രകാരം പറഞ്ഞ ഉടൻ ഈന്തപ്പന ആടി ഉലയുകയും വേരോടെ പിഴുതപ്പെട്ട അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വരികയും തല കുമ്പിടുകയും ചെയ്തു. തിരികെ പോകാൻ നബി കൽപ്പിച്ചപ്പോൾ അത് പൂർവ്വസ്ഥാനത്തെത്തി നിലയുറപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തോടു കൂടി ലോകത്ത് അത്ഭുതങ്ങളുടെ തുടക്കമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹ താമസിച്ചിരുന്ന മക്കയിലെ കഅബ ഷരീഫിനടുത്തുള്ള വീടുകളിൽ മലക്കുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. മലക്കുകളുടെ നേതാക്കളായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം മുറിയുടെ ഒരു വശത്തും മിക്കായിൽ അലൈഹിസ്സലാം മുറിയുടെ മറ്റൊരു വശത്തും നിന്ന് മറ്റു മലക്കുകളെ നിയന്ത്രിക്കുകയാണ് ഉണ്ടായത്. ലോകമാനവികതയുടെ സമ്പൂർണ്ണത സ്ഫുരിക്കുന്ന റഹ്മത്ത് എന്ന പദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രഖ്യാപിച്ചത്. ലോകത്തിനാകെ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഗ്രന്ഥമായി
പരിശുദ്ധ ഖുർആനും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മതമായി പരിശുദ്ധ ഇസ്ലാമും ഏറ്റവും കൂടുതൽ പഠന ഗവേഷണങ്ങൾ നടക്കുന്ന വ്യക്തിത്വമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറുന്ന കാഴ്ചയാണ് ലോക ജനത ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാമ സയ്യിദ് സുലൈമാൻ നദ്വി വിവരിക്കുന്നത് പോലെ, നിങ്ങൾ ഒരു നിർധനനാണെങ്കിൽ ഷാബ് അബി താലിബിലെ തടവുകാരന്റെയും മദീനയിലെ അതിഥിയുടെയും അവസ്ഥകൾ കേൾക്കുക. നിങ്ങൾ ഒരു സമ്പന്നനാണെങ്കിൽ ബഹ്റൈനിലെ സമ്പത്ത് സൂക്ഷിപ്പുകാരന്റെയും മക്കയിലെ ആ വ്യാപാരിയെയും അനുകരിക്കുക. നിങ്ങൾ ഒരു ഭരണാധികാരിയാണെങ്കിൽ അറേബ്യയിലെ ആ ചക്രവർത്തിയിലേക്ക് കണ്ണോടിക്കുക. നിങ്ങൾ പരാജയം സംഭവിച്ചയാളാണെങ്കിൽ ഉഹുദ് രണാങ്കണത്തിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക. നിങ്ങൾ ഒരു അധ്യാപകനാണെങ്കിൽ സ്വഫ മദ്രസയിലെ അനുഗ്രഹീത ഗുരുവര്യനെ ശ്രദ്ധിക്കുക. ഇങ്ങനെ നീളുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ. ചുരുക്കത്തിൽ മാനവരാശിയുടെ എല്ലാ വിഭാഗങ്ങൾക്കും അവസ്ഥകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല മാർഗവും ലക്ഷ്യവും പ്രദാനം ചെയ്യുന്ന ഒരേയൊരു ജീവിതം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹച്ചരിതം മാത്രമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുക എന്നത് മനുഷ്യ സാധ്യമല്ല. അതിനാൽ നമ്മുടെ ശിഷ്ടജീവിത കാലം മുഴുവൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.